നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ പിണറായിയുടെ വീടുകളിലെ ED റെയ്ഡിനെ തുടർന്ന് CPM പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധം. തൃശൂരിലും വൻ പ്രതിഷേധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാമത് ചരമദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ദേശീയപാത മുടിക്കോടിൽ റോഡ് മുറിച്ചു കടന്ന മധ്യവയസ്കൻ ബസ്സിടിച്ച് മരിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് സ്ഥായിയായ പരിഹാരം കണ്ടെത്തണമെന്ന് CPI ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. മാസപ്പടി കേസിൽ പിണറായിയുടെ വീടുകളിലെ ED റെയ്ഡിനെ തുടർന്ന് CPM പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധം. തൃശൂരിലും വൻ പ്രതിഷേധം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും കൊച്ചിയിലെ CMRL ഓഫീസിലും അടക്കം ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. തുടർന്ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രകടനം നടത്തി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ മുൻ മന്ത്രിമാരും നൂറുകണക്കിന് CPM പ്രവർത്തകരും അണിചേർന്നു. DC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് സമാപിച്ചത്. പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. റെയ്ഡിന് പിന്നിൽ മോഡി VD ED നീക്കമെന്നും റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നും മുൻമന്ത്രി R ബിന്ദു പറഞ്ഞു. താൽക്കാലിക പരാജയം മുൻനിർത്തി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള നീക്കമെന്ന് MPയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ അത് മിഥ്യാധാരണ മാത്രമാണെന്നും ഇല്ലാത്ത കുറ്റത്തിന് പിണറായി വിജയനെ കഴുമരമേറ്റാനുള്ള ശ്രമം തടയുമെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതവും അജണ്ട വെച്ചതുമാണെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിഷ്പ്രഭമാക്കി BJPക്ക് മുന്നോട്ടു പോകാനുള്ള നീക്കം നടത്തുകയാണെന്നും അതിന് കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നുവെന്നും മുൻമന്ത്രി കൂടിയായ AC മൊയ്തീനും പറഞ്ഞു. പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് അണികളും പങ്കെടുത്തിരുന്നു. വൈകിട്ട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുമെന്നും CPIM ഭാരവാഹികൾ പറഞ്ഞു. സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് ഈ റെയ്ഡിന് പിന്നിലുള്ളത്. ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച ചെയ്തത് എന്താണ് എന്ന കാര്യം ഈ ഏകപക്ഷീയമായ റെയ്ഡിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളം ഒട്ടേറെ കടന്നാക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്, ജനാധിപത്യപരമായി നേരിട്ടിട്ടുണ്ട്. വർഗീയവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളിൽ അഭിരമിക്കുന്ന സംഘപരിവാര ശക്തികളാൽ നയിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന കാരണത്താലാണ് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി പ്രതിസന്ധികളിൽ കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച സഖാവ് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തുകൊണ്ടും മറ്റു രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ED പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നത്. ഇത് ആദ്യമായല്ല. കേന്ദ്ര ഭരണാധികാരികളുടെ ചട്ടുകമായി ഭരണകൂടത്തിന്റെ ദയനീയമായ മർദ്ദനോപകരണമായി ആ പ്രതിഷേധത്തിന് ആധാരമായ കാര്യങ്ങളുടെ സ്വാഗതപ്രാസങ്ങൾ അധ്യക്ഷയും ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും അകാരണമായി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിക്കൊണ്ട് ഇന്ന് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ റെയ്ഡിന് ആധാരമായ കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താൽക്കാലികമായിട്ടൊരു പരാജയം സംഭവിച്ചു. ആ പരാജയത്തിലൂടെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണ് ഇന്ത്യ ഭരിക്കുന്ന BJPയും അതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന UDFും കോൺഗ്രസുമെല്ലാം. അവർ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി CPMും ഇടതുപക്ഷവും ഇല്ലാതായി എന്നാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷം തോറ്റിട്ടുള്ളൂ, CPM തോറ്റിട്ടുള്ളൂ. സമര പോരാട്ടങ്ങളിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്മാറാൻ CPMO ഇടതുപക്ഷവും തയ്യാറാകില്ല എന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ആ ആശയങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എക്കാലത്തും തുടർന്നു വരുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചത്. സഖാവ് പിണറായിക്കെതിരായിട്ടുള്ള ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതവും അജണ്ട വെച്ചിട്ടുള്ളതാണ് എന്ന് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ഏത് കാലത്തും സഖാവ് പിണറായിക്കെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിച്ച് എന്തുകൊണ്ടാണ് പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത്? ഞങ്ങൾ BJPയുമായി ഡീലുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. ആരാണ് ഡീലുണ്ടാക്കിയത് എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ സഖാവ് അബ്ദുൽ ഖാദർ സൂചിപ്പിച്ചു, കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകാതെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാമത് ചരമദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VB ജോബി, ബേബി പാലോലിക്കൽ, ബാലൻ MA, NM ചന്ദ്രൻ, അബൂബക്കർ മണ്ണുത്തി, നൌഷാദ് വട്ടക്കല്ല്, ഷാഹുൽ NM, ബെന്നി TG, ജോസ് പുലിക്കോട്ടിൽ, മാർട്ടിൻ ഡിക്രൂസ്, ആനി ജോർജ്, ഫിലോമിന ജോസ്, പ്രദീപ് VS തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ദേശീയപാത മുടിക്കോടിൽ റോഡ് മുറിച്ചു കടന്ന മധ്യവയസ്കൻ ബസ്സിടിച്ച് മരിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിൽ റോഡ് മുറിച്ചു കടന്ന മധ്യവയസ്കൻ പാണ്ടിപ്പറമ്പ് സ്വദേശി തോപ്പിൽ വീട്ടിൽ സനിലാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന VV എന്ന പേരിലുള്ള ദീർഘദൂര ടൂറിസ്റ്റ് ബസ്സാണ് ഇയാളെ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരണപ്പെട്ടു. മുടിക്കോട് പെട്രോൾ പമ്പ് ഭാഗത്തു നിന്നും വാനിന് മുന്നിലൂടെ ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന ഇയാളെ ഇതേ വാനിനെ മറികടന്ന് വരികയായിരുന്ന ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തൃശൂർ ഭാഗത്തു നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്താണ് അപകടം ഉണ്ടായത്. പിച്ചി പോലീസും ഹൈവേ പോലീസും ഹൈവേ റിക്കവറിംഗും സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസം രാത്രി 10:15 അപകടം. പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് സ്ഥായിയായ പരിഹാരം കണ്ടെത്തണമെന്ന് CPI ആവശ്യപ്പെട്ടു. അന്യായമായി വർദ്ധിപ്പിച്ച രാസവള വില വർധനവിനെതിരെയും വന്യജീവി ആക്രമണത്തിലും പ്രതിഷേധിച്ച് CPI പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാന്നാമംഗലത്ത് നടത്തിയ പ്രതിഷേധ സമരം CPI ജില്ലാ കൌൺസിൽ അംഗം കനിഷ്കൻ വല്ലൂർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ തുടർച്ചയായി വരുന്ന വന്യജീവി സംഘർഷത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളതെന്നും കേന്ദ്ര സർക്കാരിന്റെ രാസവള വില വർധനവും മലയോര കർഷകർക്ക് ഇരുട്ടടിയായി മാറിയെന്നും വിഷയത്തിൽ അധികാരികൾ ഇടപെടുന്നതുവരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് പോകുമെന്നും പ്രതിഷേധ സമരത്തിൽ പ്രഖ്യാപനവും നടത്തി. CPI പുത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. K ഗോവിന്ദൻകുട്ടി, അഖിൽ PS, NL ഡേവിസ്, PU പ്രേമദാസൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിൻ്റെ മലയോര മേഖല കർഷകർ വന്യജീവികളോട് ഒരുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ സമീപകാലങ്ങളിലൊന്നുമില്ലാത്ത തരത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നമ്മൾ നാട്ടിൽ ഉത്സവ പറമ്പുകളിലോ വല്ല കൂപ്പിൽ തടി പിടിക്കാനോ മാത്രം ആനയെ അകലെ നിന്ന് ആരാധനയോടെ കണ്ടിരുന്ന ജനവിഭാഗം ഇന്ന് രാത്രികാലങ്ങളിലോ പകലോ ഒന്നില്ലാതെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പുറത്തു വന്ന് ആനക്കൂട്ടങ്ങൾ നിൽക്കുന്ന ഒരു ചങ്ങലയുടെയോ മറ്റ് അനുസരണ ഉള്ള പാപ്പാൻ്റെയോ ഒന്നും ബന്ധമില്ലാതെ കാട്ടാനകൾ കാടിറങ്ങി വന്ന് മനുഷ്യ ജീവിത മേഖലയിലെ ജീവിതം ദുസ്സഹമാകുന്ന തരത്തിൽ അവൻ്റെ ഉപജീവനം കാട്ടാനയുടെ കാൽക്കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനം ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട പ്രദേശമായതുകൊണ്ട് ഒരു മേഖലയായതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും
ഒരേപോലെ ഇടപെടേണ്ട ഒരു വിഷയം എന്ന തരത്തിൽ ഈ വിഷയം കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ മറ്റ് വനമേഖല ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വലിയ ഭീതിജനകമായ തരത്തിൽ തന്നെ ഈ വിഷയങ്ങൾ കത്തി ജ്വലിച്ചിട്ടും നിരവധിയായ ആളുകൾ ആനയുടെ ആക്രമണത്തിന് ഇരയായിട്ടും ധാരാളമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടും റബ്ബർ ഉൾപ്പെടെ വാഴയുൾപ്പെടെ തെങ്ങുൾപ്പെടെയുള്ള വിളകൾ, ജാതി ഉൾപ്പെടെയുള്ള വിളകളെല്ലാം കാട്ടാനയുടെ ആക്രമണത്തിൽ ദീർഘകാലമായി കർഷകർ വർഷങ്ങളോളം അധ്വാനിച്ച് നട്ട് വളർത്തി കൊണ്ടുവന്ന് ഒരു ഉപജീവനത്തിന് ഉതകുന്ന തരത്തിലെത്തുന്ന സമയത്തൊക്കെയാണ് ഈ കൃഷി നാശം വലിയ തോതിൽ ആനയുടെ ആക്രമണത്തിൽ സംഭവിക്കുന്നത്. ആനപ്രേമികളായ ആളുകൾ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. അനിൽ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ നീതു സുമേഷ്, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ VV ജോബി, ജോണി അരിമ്പൂർ, രവീന്ദ്രൻ കരുമത്തിൽ, AV സുദർശനൻ, NM ചന്ദ്രൻ, PV ഹരിദാസ്, CV സുമേഷ്, സഫിയ നിഷാദ്, ഫിലോമിന ജോസ്, അബൂബക്കർ മണ്ണുത്തി, കരീം ഖാൻ, രവി CK തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ കേരളീയരുടെ പ്രധാന ഉദ്ദേശം നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പെട്രോൾ ഡീസൽ ഗ്യാസിൻ്റെ വിലവർദ്ധനവിൽ നമ്മളെല്ലാവരും കുടുംബ ബഡ്ജറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ഇവിടെ ഈ യോഗത്തിൽ വന്നിരിക്കുന്ന നമ്മളുടെ അധ്യക്ഷൻ, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ്, നമ്മളുടെ പ്രിയങ്കരനായ നമ്മളുടെ നൗഷാദ്, രവീന്ദ്രൻ, ജോബി, മറ്റ് പ്രതിഷേധ സമരത്തിൻ്റെ ഉദ്ഘാടകൻ DCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC അഭിലാഷ്, ഇവിടെ സ്വാഗതം പറഞ്ഞ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജോണി അരിപ്പൂര്, നമ്മുടെ പ്രിയങ്കരിയായ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ നീതു സുമേഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ VV ജോബി, ശ്രീ AV സുദർശനൻ, അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇടപെടലുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക്, പെട്രോളിയത്തിന് ആക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് നരേന്ദ്രമോദി. എന്നാൽ ഇന്ന് അത് ഇരട്ടിയതിലധികമായി 100 രൂപയുടെ മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 11 ദിവസം കൊണ്ട് ഏകദേശം 1 ലിറ്റർ പെട്രോളിന് കഴിഞ്ഞ 11 ദിവസം കൊണ്ട് 1 ലിറ്റർ പെട്രോളിന് ഏകദേശം 10 രൂപയിലധികമായി ഇവിടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പെട്രോളിയം കോർപ്പറേറ്റുകൾ ഓരോ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ആ മുതലാളിമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ശരിക്കും നിൽക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് ഇതിന് പകരം ആൾക്കത്തിക്കട്ടെ ഒരു സെക്കൻഡ്. കടന്നോ, സംബന്ധിച്ചാൽ മതി. തിരിയില്ലേ, തിരി അറിയില്ല. ചേർന്നേക്ക് വരാൻ പോകുന്ന അന്ന് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അച്ഛാ ദിൻ ആയേഗ,
വരാൻ പോകുന്ന നല്ല നാളുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും അയൽ രാജ്യങ്ങളുടെ പോലെ പകുതി വിലയ്ക്ക് നമുക്ക് പെട്രോളും ഡീസലും തരുമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടെന്ന്. 13 വർഷം പിന്നിടുകയാണ്. അധികാരത്തിൽ വന്ന് 13 വർഷം കഴിയുമ്പോൾ പോലും ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില ഒരിക്കൽ പോലും കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പരിശോധിച്ചാൽ മാത്രം മതി. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുകളിൽ നികുതി ഭാരവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ UPA ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ബാരലിന് $130 വിലയുള്ളപ്പോൾ പോലും 55 രൂപയ്ക്കും 60 രൂപയ്ക്കും പെട്രോളും ഡീസലും നമ്മൾ നൽകിയിരുന്നു. അധികാരത്തിൽ വന്നാൽ വില കുറയ്ക്കുമെന്ന് പറഞ്ഞ ആളുകൾ അധികാരത്തിൽ വന്നു. ക്രൂഡ് ഓയിലിന് $20 ബാരലിന് $20 വില താഴ്ന്നപ്പോൾ പോലും ഈ 55 നിന്ന് താഴ്ത്തുവാനോ അല്ലെങ്കിൽ 60 നിന്ന് താഴ്ത്തുവാനോ കഴിഞ്ഞില്ല. ഇന്നത് 100ഉം 118ഉമായി ഈ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റായി നരേന്ദ്രമോദി ഗവൺമെൻറ് പോവുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് നെഹ്റു അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. എ ബഷീർ അധ്യക്ഷനായി. ഭാരവാഹികളായ NM വിനീഷ്, സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, A ഫൈസൽ എന്നിവർ സംസാരിച്ചു. CO അലോഷ്യസ്, KC സെബാസ്റ്റ്യൻ, PJ ഷാരോൺ, KB പ്രസാദ്, KA സാബു, അഭിജിത്ത് സൈമൺ, KG ജോസഫ്, ES കാർത്തിക് തുടങ്ങിയവർ അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ട് കരിമത്ര 2ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണെന്ന് മഹാത്മാ സംഘം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷിയില്ലാതെ ചണ്ടിയാക്കി ബ്രിട്ടീഷുകാർ പോയ ഈ രാജ്യത്തെ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും വലിയ രാജ്യമായി ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച് അതിനുവേണ്ടി അടിത്തറ പാകിയത് ജവഹർലാൽ നെഹ്റു എന്ന ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയായിരുന്നു. നമുക്കറിയാം, രാജ്യത്ത് ദീർഘനാൾ 17 വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ് ഇന്ന് നാം കാണുന്ന ഇന്ത്യയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും കാര്യപ്രാപ്തിയും. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തൃശൂർ കോവിലകംപാടം റോഡിൽ കാർ മറിഞ്ഞു. നിലമ്പൂരിൽ നിന്നും കൊടകരയിലേക്ക് പോയിരുന്ന കാറാണ് ഡിവൈഡറിൽ ഇടിച്ച് എതിർവശത്തെ റോഡിലേക്ക് തലകീഴായി മറിഞ്ഞത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി കുട നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. വെട്ടുകാട് കുടുംബശ്രീ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ജിഷ നളനാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സ്വപ്ന രജീവൻ, CDS മെമ്പർമാരായ ശ്യാമ, മെൽവി, ആർദ്ര കണ്ണൻ, നീതു, പ്രീതി, ധന്യ ബിജു, സിന്ധു, അനീഷ, കമ്മ്യൂണിറ്റി കൗൺസിലർ മേരി സണ്ണി, അക്കൗണ്ടന്റ് ശ്രീദേവി എന്നിവർ പങ്കെടുത്തു. നിരവധി വിദ്യാർത്ഥികളാണ് കുട നിർമ്മാണ പരിശീലനത്തിൽ പങ്കെടുത്തത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ആക്കി എടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ എവിടെയാണോ നമ്മളിങ്ങനെ നോക്കുക, ഇത് നോക്കിയിട്ട് ഈ കമ്പിയുടെ അവിടെയുള്ള ഏത് ഭാഗമാണോ അത് തന്നെ ഇവിടേക്ക് വരണം. അതല്ലെങ്കിൽ കുട എന്ത് ചെയ്യും, തിരിഞ്ഞു പോകും. ഇങ്ങനെ വെച്ചിട്ട് ഈ കമ്പി ഒരു കമ്പിയുടെ നേരെയുള്ള ശീലം കൈ
ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. 1000 ജന്മമെടുത്താലും മോദിക്ക് നെഹ്റുവാകാൻ കഴിയില്ലെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ഇനിയും 1000 ജന്മമെടുത്താലും യുഗപ്രഭാവനായ നെഹ്റുവിന് പകരം നെഹ്റു മാത്രം. ആ സ്മരണകൾ രാജ്യത്തെ ജനതയ്ക്ക് എന്നും വഴിവിളക്കാണെന്നും ടാജറ്റ് പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മദിനത്തിൽ DCC ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കളായ TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലുശ്ശേരി, ഡോക്ടർ നിജി ജസ്റ്റിൻ, KV ദാസൻ, സുനിൽ അന്തിക്കാട്, IP പോൾ, അഡ്വക്കേറ്റ് സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, P ശിവശങ്കരൻ, NS അയൂബ്, KB ജയറാം, അഡ്വക്കേറ്റ് സുബി ബാബു, ഫ്രാൻസിസ് ചാലുശ്ശേരി, ജേക്കബ് പുലിക്കോട്ടിൽ, വിബിത വാസു, അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, സത്താർ ആദൂർ, സിജോ ചിറക്കേക്കാരൻ, സന്തോഷ് ഐത്താടൻ, PD റപ്പായി, പ്രഭാകരൻ വള്ളൂർ എന്നിവർ നേതൃത്വം നൽകി. DYFI ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. നമുക്കൊരുക്കാം, അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച ശുചീകരണ പരിപാടി DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിഥുൻ കൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി TS വിഷ്ണു, ജീവൻ മേലത്ത്, KG ഗോകുൽ, സ്കൂൾ PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പരിസരം, ക്ലാസ് റൂമുകൾ, വരാന്തകൾ തുടങ്ങിയ സ്ഥലങ്ങൾ പ്രവർത്തകർ ശുചീകരിച്ചു. വലിയൊരു കോപ്പറേറ്റീവ് തലത്തിലാണെന്ന് പുത്തൂർ സ്കൂൾ തയ്യാറാക്കുന്നത്. DYFI യൂത്ത് ബ്രിഗേഡ് സംവിധാനത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതിന് മാതൃകയാണ് DYFIയുടെ നേതൃത്വ യൂത്ത് ബ്രിഗേഡ് സംവിധാനം. എല്ലാ മേഖലാ കമ്മിറ്റികൾക്കും 31 പേരുടെ ഒരു സ്കോഡ് രൂപീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് DYFI. അപ്പോൾ ഒന്ന് വിപുലമായ രീതിയിലുള്ള ഒരു സംവിധാനമായി യൂത്ത് ബ്രിഗേഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള
മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് നിതിൻ കൃഷ്ണൻ. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ലീജിയന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ MLA രാജൻ ജെ പല്ലൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ്, വൃക്ഷത്തൈ നടൽ, രക്തദാന മെഡിക്കൽ ക്യാമ്പുകൾ എന്നീ സേവനങ്ങളും ഓരോ വർഷവും നടത്തിവരുന്നു. ചടങ്ങിൽ ദേശീയ പ്രസിഡന്റ് സീനിയർ വാസുദേവൻ മുഖ്യാതിഥിയായിരിക്കും. ദേശീയ വൈസ് പ്രസിഡന്റ് സീനിയർ നാരായണൻ നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. മുൻ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. പുതിയ സെക്രട്ടറി KS സുധോധനൻ, ട്രഷറർ ബിജോയ് വർഗീസ്, സീനിയറേറ്റ് ചെയർപേഴ്സൺ സോണിയ പോൾസൺ എന്നിവർ പുതിയ സ്ഥാനമേൽക്കും. വാർത്താ സമ്മേളനത്തിൽ മുൻ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ, ഹംസ M അലി, KB രാജഗോപാൽ, KS സുധോധനൻ, വിക്രം GS തുടങ്ങിയവർ പങ്കെടുത്തു. VFPCK പാണഞ്ചേരി സ്വാശ്രയ കർഷക സമിതിയുടെ 27ാമത് വാർഷിക പൊതുയോഗവും കർഷകരെ ആദരിക്കലും വില വ്യത്യാസ വിതരണവും സംഘടിപ്പിച്ചു. കല്ലിടുക്കിലെ സ്വാശ്രയ സമിതി അങ്കണത്തിൽ നടന്ന വാർഷിക പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. VFPCK ജില്ലാ ചെയർമാൻ A അംജ വില വ്യത്യാസ വിതരണം നടത്തി. കർഷക സമിതി പ്രസിഡന്റ് KM ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കൃഷ്ണേന്ദു പ്രശാന്ത് SSLC ക്യാഷ് അവാർഡ് വിതരണം നടത്തി. ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം സമിതിയിൽ വിറ്റഴിച്ച കർഷകരെയും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ഇറക്കിയ ഗ്രൂപ്പിനെയും ചടങ്ങിൽ ആദരിച്ചു. കർഷക സമിതി ഓഫീസ് സെക്രട്ടറി ടിൻസി ജിബിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സമിതി ട്രഷറർ NV ജോൺ, VFPCK ഡെപ്യൂട്ടി മാനേജർ അനുപമ രാജ, അസിസ്റ്റന്റ് മാനേജർ ആൻ കുഞ്ഞുമൻ, കർഷക സമിതി വൈസ് പ്രസിഡന്റ് നിക്ലവോസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ പൊതുയോഗം വായിച്ച അംഗീകരിക്കൽ, 2025-26 വർഷത്തെ വരവ് ചെലവ് കണക്ക് അവതരണം, പുതിയ ഭരണസമിതിയെ അംഗീകരിക്കൽ, 2026-27 വർഷത്തെ പ്രതീക്ഷാ ബജറ്റ് അവതരണം, ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പൊതുചർച്ചയും എന്നിവ നടന്നു. ഇതോടെ വാർഷിക പൊതുയോഗത്തിന് സമാപനം കുറിച്ചു. എനിക്ക് ഒരുമിച്ച് കാണുവാൻ കണ്ടപ്പോൾ തന്നെ വളരെ അഭിമാനം തോന്നും. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ മണ്ണിനെ സ്നേഹിക്കുകയും വളരെ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് ഇപ്പം ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഇവിടെ ഷാരി പറയുന്നത് വളരെ പ്രതീക്ഷയോടെ നട്ടിട്ട് കുറേ നഷ്ടം വന്നു. അങ്ങനെ ഒരാളെന്നല്ല എല്ലാവരും തന്നെ വളരെ സ്വപ്നം കണ്ടിട്ട് ഏതൊരു കൃഷിയിലേക്ക് ഇറങ്ങിയാലും ചിലപ്പോൾ പല പ്രതിസന്ധിയിലുണ്ടാകാം. ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളാകാം, അല്ലെങ്കിൽ വിപണിയിലുള്ള വിലക്കുറവായിരിക്കാം, അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണങ്ങളാക്കാം. അങ്ങനെ പല തരത്തിൽ പല കൃഷിക്കാരെയും ഞാൻ വിഷമത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഷാരി പറഞ്ഞോണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് വലിയ കൃഷിയെക്കുറിച്ച് വലിയ അറിവൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. അന്ന് കാലത്ത് ഇങ്ങനെ ഇത്ര അധികം അടുത്ത സൗകര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ലോറിയിൽ കായും കുമ്പളങ്ങയും ഞാൻ വന്ന സമയത്ത് കുമ്പളങ്ങയൊക്കെ അവിടെ കൊടുത്തു വിട്ടിട്ട് അപ്പൊ ആ ഒരു നല്ലൊരു പൈസയും നമുക്ക് കിട്ടുന്ന പൈസയിൽ ഒരു ഭാഗം അങ്ങനെ ലോറിക്കും അവിടെ കയറ്റി ഇറക്കാനുള്ള കൂലിയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പോയി. അങ്ങനെ ബാക്കിയായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വന്നതും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 27 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഈ 27 വർഷം ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ഇതിന്റെ ഒരു കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പേറ്റന്റ് സംരക്ഷിത മൃതദേഹ സംരക്ഷണ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്തതിനെതിരെ തൃശൂർ ജില്ലാ കോടതി ഇൻജങ്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. പാമ്പാടിയിലെ ഐവർമഠം കൃഷ്ണപ്രസാദ് കണ്ടുപിടിച്ച നൂതനമായ ബ്ലോവർ ഉപയോഗിച്ചുള്ള മൃതദേഹ സംസ്കരണ രീതി അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ ശിവപാദം കൃഷ്ണദാസ് എന്നിവർക്കെതിരെ തൃശൂർ ജില്ലാ കോടതി ഇൻജങ്ഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. പരാതിക്കാരൻ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്ത് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി വക ശ്മശാനത്തിൽ പ്രവർത്തിപ്പിച്ചു എന്നാണ് പരാതിയുടെ ഉള്ളടക്കം. പരാതിക്കാരന് പേറ്റന്റ് ലഭിച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയോ നിർമ്മിക്കുകയോ സേവനം നൽകുകയോ ചെയ്തു പോകരുതെന്ന് തൃശൂർ ജില്ലാ കോടതി ഉത്തരവിട്ടു. വാർത്താ സമ്മേളനത്തിൽ സജന്യൻ ജൂലിയ, കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെട്ടിശ്ശേരി 12ാം ഡിവിഷനിൽ വ്യാപക തോട് ശുചീകരണം നടത്തി. വെള്ളാനിക്കര മുതൽ പുല്ലുണ്ടി ചിറവയുള്ള തോട്, പുല്ലുണ്ടി ചിറ മുതൽ വെള്ളായി ചിറ വരെയുള്ള തോട്, പനഞ്ചകം ചിറ മുതൽ മാടക്കത്തറ റോഡ് വരെയുള്ള തോട്, മരിയ റോസ് ഗാർഡൻ മുതൽ മാഹിപ്പാലം വരെയുള്ള തോട്, മാഹിപ്പാലം മുതൽ കീച്ചേരി പാലം വരെയുള്ള തോട് എന്നിവിടങ്ങളിലാണ് വൃത്തിയാക്കുന്നത്.
തോടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ JCB ഉപയോഗിച്ച് നീക്കം ചെയ്തു. മണ്ണുത്തി ചിറക്കേക്കോട് KNR റോഡിലെ ആണ്ടോണി ദേവർ ക്ഷേത്രം മുതൽ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്ക് വരെ ഇന്റർലോക്ക് ടൈൽ വർക്കും കലുങ്ക് പ്രവൃത്തിയും നടക്കുന്നതിനാൽ മെയ് 26 മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ മാടക്കത്ര NSLP സ്കൂളിന് മുൻവശത്തെ കശുമാവ് റോഡിലൂടെ തിരിഞ്ഞു പോകണമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം പുഴയ്ക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി മുല്ലക്കര 13ാം ഡിവിഷൻ കൗൺസിലർ നീതു സുമേഷിന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി പൈപ്പ് ലൈൻ റോഡിലെ തോടുകൾ വൃത്തിയാക്കി. കൊട്ടേപ്പാടം തോടുകളിൽ നിന്ന് മണ്ണുത്തി പൈപ്പ് ലൈൻ വരെയുള്ള തോടുകളാണ് വൃത്തിയാക്കുന്നത്. തോടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും JCB ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കൊച്ചി ഭദ്രാസന വാർഷിക കോൺഫറൻസ് സംഘടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക കോൺഫറൻസ് ചുവന്നമണ്ണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. കോൺഫറൻസ് ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് ഷീതൽ സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ നിജിൽ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഫാദർ CM രാജു, ഫാദർ ബിജു ഏലിയാസ്, രഞ്ജു ജോയ്, ഷെയ്സ് എജെ, ഫാദർ റൺസ് ചാക്കോ, ഫാദർ സഞ്ജയ്, ഫാദർ എബി, KP ഔസേപ്പ്, ബിനോയ് മേക്കാട്ടിൽ, സനോജ് അമ്പഴച്ചാലിൽ, കിരൺ രാജ്, ജെർലിൻ പോൾ, സാന്റോ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. ഫാദർ ജിത്തു തോമസ് തുമ്പമൺ ക്ലാസ് നയിച്ചു. 250ഓളം യുവജനങ്ങൾ കോൺഫറൻസിൽ പങ്കെടുത്തു. കട്ടിലപ്പൂവം തണ്ടാശ്ശേരിയിൽ പരേതനായ സ്കറയുടെ ഭാര്യ മറിയക്കുട്ടി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാസപ്പടി കേസിൽ പിണറായിയുടെ വീടുകളിലെ ED റെയ്ഡിനെ തുടർന്ന് CPM പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധം. തൃശൂരിലും വൻ പ്രതിഷേധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാമത് ചരമദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ദേശീയപാത മുടിക്കോടിൽ റോഡ് മുറിച്ചു കടന്ന മധ്യവയസ്കൻ ബസ്സിടിച്ചു മരിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് സ്ഥായിയായ പരിഹാരം കണ്ടെത്തണമെന്ന് CPI ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.